അങ്ങോട്ടോ പോയി. നമ്മുടെ രശ്മിക മന്ദാന സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് പുള്ളിക്കാരത്തിക്ക് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ഇതിലെ ഒരു 10 മിനിറ്റ് ഒരു സീന് പുള്ളിക്കാരത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അഭിനയിച്ചോ, നാഷണൽ അവാർഡ് കിട്ടാനുള്ള സ്പേസാണ്, അഭിനയിച്ച് തകർത്തോളം പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഒരു 10 മിനിറ്റ് സീനുണ്ട്. അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാള സീരിയലുകളായ എല്ലാ സീരിയലുകളും എടുത്തിട്ട് അതിൽ ഏറ്റവും മോശം ക്യാരക്ടർ എങ്ങനെയാണോ അഭിനയിക്കുന്നത്, ഏറ്റവും മോശം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ ഒട്ടും അറിയാത്ത മലയാളത്തിലെ സീരിയൽ നടി എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതിൻ്റെയും തൊട്ട് താഴത്തെ സ്കെയിലാണ് പുള്ളിക്കാരത്തി അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ എടുത്തൊരറ്റ പൊട്ടിക്കലണ്ട് കൊടുത്തിട്ട് അങ്ങനെ ചുമര് തേക്കാൻ തോന്നും. അമ്മാതിരി പെർഫോമൻസ്. ആ പെർഫോമൻസ് കൂടി ആയതോടെ ഈ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് ഇതിനെ മറ്റേ കുവിത്തോപ്പിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഊർജ്ജമായി. അവർ ഈ പെർഫോമൻസ് ഒക്കെ ആയപ്പോഴേക്കും അവരങ്ങോട്ട് ആർമതിച്ചു. ഞാൻ വിചാരിച്ച പോലെ തന്നെ പടം തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീല് വന്ന് രശ്മിക മന്ദാനിനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പിള്ളേർ പിന്നെ അലമ്പുണ്ടാക്കാൻ തുടങ്ങി. ആ പുള്ളിക്കാരത്തി ഒരുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പടം കുറച്ചുകൂടി നന്നാവുമായിരുന്നു.